രണ്ട് നമ്മുടെ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ ഒറ്റ റിസൾട്ട് കാരണമാണ് ഈ കാണുന്ന ആർട്ടിക്കിൾ ഇവിടെ വന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഓട്ടോ ഫോക്കസിങ് പെർഫോമൻസ് ഭയങ്കര അടിപൊളിയാണ്. അൺബോക്സ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ ഇത് പാക്കിംഗ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി വെച്ചിട്ട് നമ്മളൊരു റൈഡ് പോകുന്നുണ്ട് വാഗമണിലേക്ക്. അപ്പോൾ ബീറ്റിൻ്റെ ഒരു 1/12 സ്കെയിൽ RC കാറാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു നിക്കോണിൻ്റെ C63 ക്യാമറയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അൺബോക്സിംഗ് അല്ല, പക്ഷേ ഇന്ന് കുറേയധികം അടിപൊളി വണ്ടികളും പിന്നെ ഒരു അടിപൊളി ഫോട്ടോഷൂട്ടുമാണ്. അപ്പോൾ ഇന്നത്തെ ഫോട്ടോഷൂട്ട് നമുക്ക് ചെയ്തു തരുന്നത് റിജോ ചേട്ടനാണ്, മലയാള മനോരമയുടെ സീനിയർ ഫോട്ടോഗ്രാഫർ. അപ്പം നമ്മുടെ സൺഡേ സപ്ലിമെൻറ്റിൻ്റെ ഒരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പം കുട്ടിക്കാലത്ത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഈ സൺഡേ സപ്ലിമെൻറ്റ് മറക്കുമ്പോഴത്തേക്കും എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ഒരു ആർട്ടിക്കിൾ വരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ദൈവം അനുഗ്രഹിച്ചിട്ട് ഇന്ന് നമ്മുടെ അതിൻ്റെ ഒരു ഷൂട്ടാണ്. നമ്മുടെ മിനിയേച്ചർ വേൾഡിൻ്റെ ഫോട്ടോഗ്രാഫിയും പിന്നെ അതിൻ്റെ ഒരു കളക്ഷനും ബേസ് ചെയ്ത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ നമ്മുടെ കളക്ഷനിലെ കുറച്ച് വണ്ടികളാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം കുറേ വണ്ടികൾ ഞാൻ ഇവിടെ റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു വണ്ടികളെല്ലാം ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടി അതിന് മുമ്പ് നമ്മുടെ ക്യാമറ ഒന്ന് പൊട്ടിക്കാൻ പോവാണ്, നിക്കോൺ C63. അപ്പം നമ്മൾ ഇത് വെച്ചിട്ടാണ് ആദ്യം നമ്മുടെ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞ തവണ ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ഇതിന് മുമ്പത്തെ വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഓട്ടോ ഫോക്കസിങ് പെർഫോമൻസ് ഭയങ്കര അടിപൊളിയാണ്. കാരണം നമ്മളൊരു സ്കെയിൽ മോഡലും അതുപോലെ RC വെച്ചിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ RC കാർ വരുന്ന ടൈമിൽ തന്നെ എനിക്കൊരു മൊമെൻറ്റ് പോലും മിസ്സാവാതെ ഫോട്ടോ എടുക്കാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ ഫുൾ HD 240pയിലാണ് വന്നേക്കുന്നത്. അപ്പം ഭയങ്കരധികം അൾട്രാ സ്ലോ മോഷൻ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ക്യാമറ നമുക്ക് എടുത്തു നോക്കാം. ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ അടിപൊളിയാണ് സംഭവം. അപ്പോൾ ഈ ഒരു ക്യാമറ ഇന്ന് റിവീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനിയുള്ള വരും എപ്പിസോഡുകളിൽ നമ്മൾ ഈ ഒരു സ്കെയിൽ മോഡൽസ് വെച്ചിട്ട് കുറേ അടിപൊളി ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബിഫോറും ആഫ്റ്ററും നമ്മൾ കാണിച്ചു തരും. പിന്നെ ഈ ഒരു ക്യാമറയുടെ പെർഫോമൻസും എങ്ങനെയാണ് നമ്മൾ കിട്ടിലും കുറേ അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഒറിജിനൽ ഫോട്ടോഷൂട്ടിലോട്ട് പോകാം. നമ്മൾ ഈ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി 1/64 സ്കെയിൽ മോഡൽ മുതൽ 1/8 സ്കെയിൽ മോഡൽ വരെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറേ അധികം ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് മേടിച്ചത് ഒരു 1/64 ഹോട്ട് വീൽസിൻ്റെ ഒരു സ്കെയിൽ മോഡലാണ്, ഒരു ബീറ്റിൽ. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ ഒരു സ്കെയിൽ മോഡൽ മേടിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇന്ന് ഇത്രയധികം സ്കെയിൽ മോഡൽ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന്. അങ്ങനെ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 1500 സ്കെയിൽ മോഡൽസ് ഇപ്പോൾ എൻ്റെ കളക്ഷനിലുണ്ട്. ഈ ഓരോ വണ്ടിക്കും പിന്നിൽ രസകരമായ ഓരോ കഥകളുണ്ട്. ഈ വണ്ടികളെല്ലാം നമ്മൾ മെയിനായിട്ട് മേടിക്കുന്നത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ്. അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്കെയിൽ മോഡൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ശരിക്കും ഒരു ഒറിജിനൽ കാറിൻ്റെ ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ എടുത്ത ഫോട്ടോസ് ഞാൻ നമ്മുടെ റിജോ ചേട്ടന് അയച്ചു കൊടുത്തു. അങ്ങനെ റിജോ ചേട്ടന് ഇഷ്ടപ്പെട്ടാണ് ഈ ഒരു മനോരമയിലോട്ടുള്ള എൻ്റെ എൻട്രി കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ദൈവാനുഗ്രഹം തന്നെ എന്ന് പറയാം. അങ്ങനെ ഞാനും എക്സൈറ്റഡ് ആണ് ഈ ഒരു ഫോട്ടോസ് മനോരമ പത്രത്തിൽ കാണാൻ വേണ്ടി. അങ്ങനെ ഫൈനലി കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ ഒറ്റ റിസൾട്ട് കാരണമാണ് ഈ കാണുന്ന ആർട്ടിക്കിൾ ഇവിടെ വന്നത്. അപ്പം ഫസ്റ്റ് വൺ എനിക്ക് താങ്ക് യു പറയേണ്ടത് നമ്മുടെ റിജോ ചേട്ടനാണ്, മനോരമയുടെ സീനിയർ ഫോട്ടോഗ്രാഫർ. അപ്പം ചേട്ടന് നമ്മൾ സ്കെയിൽ മോഡൽസിൻ്റെ ഒക്കെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു നമുക്കൊരു അടിപൊളി ഒരു സാധനം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു ആർട്ടിക്കിൾ മനോരമയിൽ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറേയധികം കോൾസ് വന്നു കളക്ടേഴ്സിൻ്റെയും പിന്നെ അതുപോലെ തന്നെ കളക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരുന്നു. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ കളക്ട് ചെയ്യുന്ന സ്കെയിൽ മോഡൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം ചിലവർക്ക് എന്തിനാണ് വട്ടാണോ ഈ കുഞ്ഞു പിള്ളേരുടെ പോലെ ടോയ്സ് കളക്ട് ചെയ്യുക. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ടോയ്സ് അല്ല, ഇതൊരു സ്കെയിൽ മോഡൽ അല്ലെ അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റിലോട്ട് പോകുന്നൊരു ഇതാണ്, ഒരു പാഷൻ. അപ്പം എന്തായാലും കളക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു പാഷൻ ഇതായിട്ട് മാറും. പിന്നീട് അതുപോലെ തന്നെ അതൊരു ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളവരാണെങ്കിൽ ഈ സ്കെയിൽ മോഡൽസൊക്കെ വെച്ച് പല രീതിയിലുള്ള ഫോട്ടോഗ്രാഫിയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ ഒന്ന് കണ്ടിട്ട് വന്നാലോ.
അപ്പോൾ അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പം ഇനിയുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഒന്ന് പാക്ക് ചെയ്ത് കവറിൻ്റെ അകത്താക്കണം. അൺബോക്സ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ ഇത് പാക്കിംഗ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്. കാരണം കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പാക്ക് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ നമ്മുടെ മിറേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയും വണ്ടികൾ നമുക്കിന്ന് പാക്ക് ചെയ്ത് തിരിച്ച് വെക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ റൂം എങ്ങനെയാണ് കിടക്കുന്നതെന്ന്. മൊത്തം മെസ്സി ആയിട്ടാണ്. അപ്പോൾ എനിക്ക് തന്നെ കിളി പോകുന്നുണ്ട് ഇത് എത്ര മണിക്ക് ഇനി തീരുമെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുക്കി ഒതുക്കി വെച്ചേക്കുന്ന റൂമായിരുന്നു ഇത്. ഫുൾ അലങ്കോലമായിട്ട് കിടക്കുക. അപ്പോൾ ഇനി ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. അവിടെയുള്ള എല്ലാ മോഡൽസും നേരെ ഇവിടെ ബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പം ലൈക്ക് ഏത് ആദ്യം ചെയ്യണമെന്നൊരു കൺഫ്യൂഷനാണ്. അപ്പം ഇതിൻ്റെ അകത്തുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാൾ മുമ്പ് മേടിച്ച വണ്ടികളൊന്നും ഞാൻ കണ്ടിട്ട് പോലില്ല. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും തിരിച്ച് വെച്ചേക്കുക. അപ്പോൾ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ പഴയൊരു വണ്ടികളൊക്കെ കാണാൻ പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്കും കുറേ നല്ല അടിപൊളി വണ്ടികൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ എൻ്റെ ഫേസിലുള്ളൊരു ടയർഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ല ഓട്ടോ ആയിരുന്നു ഇതിൻ്റെ പുറകെ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അടിപൊളിയായിട്ട് ഉത്സാഹമായിട്ട് പൊളിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഹോട്ട് വീൽസിൻ്റെ വണ്ടികളെല്ലാം പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പം അത് ഫുൾ ഈ ഒരു കാർട്ടൺ ബോക്സിലോട്ടിടാം. അങ്ങനെ ഞങ്ങൾ അൺബോക്സ് ചെയ്ത എല്ലാ വണ്ടികളും തിരിച്ചു വെക്കാൻ തീരുമാനിച്ചു. ഏകദേശം 4-5 മണിക്കൂർ എടുക്കുന്ന പ്രോസസ്സാണ്. ഇതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അമലുണ്ട്, ജസീലുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരും കട്ട സപ്പോർട്ടാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു, ഇത്തവണ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എല്ലാം കറക്റ്റ് ഓർഡറിൽ വെക്കാമെന്ന്. ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും BMW ഒരു സീരീസ്, ഓഡിയുടെ ഒരു സീരീസ്, പിന്നെ നിസാൻ്റെ ഒരു സീരീസ്, അങ്ങനെ പല സെക്ഷൻസായിട്ട് ഞങ്ങൾ വേർതിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഇന്നെന്തായാലും ഉറക്കമില്ല. ഇത് സെറ്റാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ തിരിച്ച് ഈ റൂമിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. അങ്ങനെ ക്യാമറയിലെ ടൈം ലാപ്സ് ഓണാക്കി ഞങ്ങളുടെ പണി തുടങ്ങി. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, നമുക്ക് 1/18 സ്കെയിൽ മൊത്തം ഒരു സെക്ഷനായിട്ടും 1/8 ഒരു സെക്ഷനുമായിട്ടും 1/12 വേറൊരു സെക്ഷനുമായിട്ടും. എനിക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളത് 1/18 സ്കെയിൽ മോഡൽസാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കെയിൽ മോഡലെല്ലാം ഏകദേശം രാത്രി 2 മണിയായപ്പോൾ നമ്മൾ ഫുള്ള് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്തവണത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഓരോ ഓർഡറായിട്ട് സെറ്റ് ചെയ്യായിരുന്നു. ഒരു BMW ഒരു സീരീസ്, ഓഡിയുടെ സീരീസ്, നിസാൻ്റെ ഒരു സീരീസ്, അങ്ങനെ വോൾസ്വാഗൻ്റെ പല സീരീസായിട്ട്. അപ്പം ഇത്തവണ കുറച്ചും കൂടി എളുപ്പമാണ് ഓരോ വണ്ടി റാക്കിൽ നിന്ന് എടുക്കാൻ വേണ്ടി. മറ്റേന്ന് വെച്ചാൽ എനിക്ക് അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. എവിടെയായിരിക്കും വണ്ടി, ഏത് വണ്ടി മിസ്സായിട്ടുണ്ടോ, അങ്ങനെ പല സെക്ഷൻസും കാരണം പല കാര്യങ്ങളും കാരണം മിസ്സൗട്ടായിട്ടുണ്ട്. അപ്പം ഇത്തവണ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് വണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പം ഇത്തവണ നമ്മൾ താഴെ മൊത്തം നമ്മുടെ ഒരു 1/10 സ്കെയിൽ, അത് RC സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ മൊത്തം താഴെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റിമോട്ട്സും ബാക്കി കാര്യങ്ങളും എല്ലാം പൊക്കത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1/18 സ്കെയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്നത്. അപ്പം 1/18 പല സെക്ഷൻസായിട്ട് നമ്മൾ റാക്കായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ 1/64 ഞാൻ എൻ്റെ ഗെയിമിംഗ് റൂമിലോട്ട് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനുണ്ട്, അതായത് അതുപോലെ തന്നെ നമ്മുടെ ബസ്സസും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു കുഞ്ഞ് ഗ്യാരേജ് പണിതാലോ എന്നൊരു പ്ലാനുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ രീതിയിൽ ഒരു വണ്ടി പണിയുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു KSRTC ബസ്സാണ്. അതും ഇതുവരെ ആരും കാണാത്ത രീതിയിൽ ഒരു കിടിലൻ ബസ്. അപ്പോൾ നമ്മൾ അതാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്ന അടുത്ത പ്രോജക്റ്റ്. അങ്ങനെ നമ്മൾ എല്ലാം അടുക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ RC കാർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ RC കാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. അപ്പം നോർമലി നമ്മൾ ഈ RC കാർസ്, അതായത് ക്രോളേഴ്സ് മേടിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക അടിപൊളി മലകളിലൊക്കെ കയറിയിട്ട് പക്ക ഓഫ് റോഡ് ചെയ്യാം. അപ്പോൾ ശരിക്കും ഒരു ഒറിജിനൽ ഒരു ഓഫ് റോഡിങ് വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി വെച്ചിട്ട് നമ്മളൊരു റൈഡ് പോകുന്നുണ്ട് വാഗമണിലേക്ക്. അതും ഒരു പക്ക ഓഫ് റോഡിങ്, നമ്മുടെ കോപ്റ്ററും സെവിനും ജിനോച്ചേട്ടനൊക്കെ ആയിട്ട് ഉള്ള ഒരു ഓഫ് റോഡിങ് ഫൺ റൈഡ് എന്നൊക്കെ പറയാം. അപ്പം അങ്ങനത്തെ ഒരു സംഭവം നമ്മളിനി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ബീറ്റിൽ മേടിച്ചു. എൻ്റെ ഏറ്റവും ഫേവറേറ്റായിട്ടുള്ള വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പോർഷയും ഒന്ന് ബീറ്റിലുമാണ്. അപ്പോൾ ബീറ്റിൻ്റെ ഒരു 1/12 സ്കെയിൽ RC കാറാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ക്രോളേഴ്സായിട്ടോ അല്ലെങ്കിൽ ക്രോളിംഗ് പർപ്പസിനോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നോർമൽ ഒരു സ്മൂത്ത് റൈഡായിട്ട്. അപ്പം ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്കെയിൽ ലുക്കാണ്. അപ്പോൾ നമ്മൾ ഇതായിരിക്കും അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം എന്തായാലും ഞാൻ തീരുമാനിച്ചു, ഇനി ഈ അടുക്കി വെച്ചേക്കുന്ന സംഭവങ്ങളൊന്നും ഒരിക്കലും അടുക്ക് മാറ്റത്തില്ല. കാരണം ഒരു വൻ ടാസ്ക്കാണ്. കാരണം ഒരു സാധനം പോയി കഴിഞ്ഞാൽ തപ്പിയെടുക്കണമെങ്കിൽ പോയെന്ന് തന്നെ വിചാരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഇനി കറക്റ്റ് പ്രോപ്പറായിട്ട് അടുക്കി വെച്ചേക്കുവാണ്. അപ്പം എന്തായാലും അൺബോക്സ് ചെയ്യുമ്പോൾ ഭയങ്കര അധികം എളുപ്പമായിരിക്കും എനിക്ക് ഏത് വണ്ടി എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗ്യാരേജ് ടൂർ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ഒരിക്കലും ഒരു ലൈവ് വരാം, എൻ്റെ കളക്ഷൻസ് മൊത്തം കാണിക്കാം. അപ്പം കുറേ അടിപൊളി വണ്ടികൾ പുതിയതായിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട്, അതും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പം താങ്ക് യു സോ മച്ച്.